guys, welcome to our new video. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ 12 hours 10 stay ചാലഞ്ചിന് വേണ്ടിയിട്ട് 12 rupees ഓരോരുത്തർക്കും ആയിട്ടുള്ളത് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്നാക്സ് പർച്ചേസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മൾ സ്നാക്സ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലോ, നമ്മൾ കടയിലെത്താനായിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഗൈസ് നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ ചലഞ്ചിനുള്ള ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ പോയതായിരുന്നു ഞങ്ങൾ. അങ്ങനെ കിച്ചുവിന് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ ഫസ്റ്റ്. അപ്പോൾ കിച്ചുവിന് ഉള്ളതാണ് ആദ്യം നമ്മൾ എടുത്തു കൊടുത്തത്. പിന്നെ ഓന് വേണ്ട ചോക്ലേറ്റ്സും എല്ലാം ഓക്കെ ഒക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ ഓൻ്റെതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് പിന്നെ ചെയ്യേണ്ടതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനത്തെ ഓരോരുത്തരുതായിട്ട് റെഡി ആവുമല്ലോ, അപ്പം പെട്ടെന്ന് സിമ്പിളാവാമല്ലോ. അപ്പോൾ കിച്ചുവിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തു, പൈസ ഒക്കെ കൊടുത്തു. അപ്പൊ നമ്മുടെ 12 hours ചാലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 7:15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കുറച്ചൊരു നേരം വൈകിപ്പോയി, അതുകൊണ്ട് നമ്മൾ 7:15 ആക്കി. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടെന്റിലോട്ട് പോവാം. അപ്പൊ അങ്ങനെ കനോയിൽ ഫസ്റ്റ് തന്നെ കിച്ചുവായിട്ട് കയറിയത്. കിച്ചുവിൻ്റെ അടുത്താണ് എൻ്റെ ടെൻറ്റും വരുന്നത്. അങ്ങനെ ഞാനും അവൻ്റെ കയറി കഴിഞ്ഞപ്പോൾ ഞാനും കയറി. നമ്മൾ ഓരോരുത്തരായിട്ടൊക്കെ കയറി. പിന്നെ ശ്രീകുട്ടി കയറി. പിന്നെ സിയൻ്റെ അടുത്താട്ടോ ശ്രീകുട്ടീൻ്റെ അടുത്താണ് സിയും കയറി. നടുവിലാട്ടോ ശ്രീകുട്ടി വരുന്നത്. കേട്ടോ എൻ്റെ ടെൻറ്റ്. നമുക്ക് ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് കാണാം. അവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഡ്രീം ക്യാച്ചർ ഞാൻ തൂക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 3 പില്ലോസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കോർണറിൽ ഞാൻ 3 വാട്ടർ ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇത് തണുത്ത വെള്ളമാണ്, ഇത് രണ്ടും ചൂടുവെള്ളമാണ്. പിന്നെ ഈ സൈഡിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ ബ്രഷ് പെൻസ്, ഇതെല്ലാവർക്കും കൂടി ഉള്ളതാണ് കേട്ടോ. ബ്രഷ് പെൻസ്, പിന്നെ 2 പെന്നുകൾ, പിന്നെ ചീർപ്പ്, പീസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഈ സൈഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഒരു ഡയറി, ഇത് ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കുറച്ച് ലൈബ്രറി ബുക്സ് ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് ഇരുന്ന് വായിക്കാം. ഇത് പിന്നെ രണ്ടും ലൈറ്റ്നിങ് ചെയ്യുന്നതാണ് കേട്ടോ. ലൈറ്റ്നിങ് ചെയ്യും, കുറച്ചുകൂടി ഇരുട്ടാവണം. പിന്നെ ഇവിടെ കുറച്ച് സ്നാക്സാണ് ഉള്ളത്. ഇത് ഒരു പിങ്ക് നബാട്ടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും വേറെ വേറെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് റോക്കി ലേസാണ്. പിന്നെ ഉള്ളത് ഇതിൽ കുറച്ച് ഇങ്ങനത്തെ ചെറിയ ചെറിയ മുട്ടായികളാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനൊരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് വൈറ്റ്, പിന്നെ ഇതൊരു 2 ഇങ്ങനത്തെ ബോൾസ് പോലുള്ള മുട്ടായി. പിന്നെ ഇത് വൈറ്റും ബ്ലാക്കും ഒരു മുട്ടായി ഉണ്ട്. പിന്നെ ഇത് എക്ലേസ് ആൽപ്പല്ലീബി. പിന്നെ ഇത് കച്ച മാംഗോ എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് മിററാണ്. ഇത് പിന്നെ ഞാൻ മിസ്റ്ററാണ്. ഞാനിവിടെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഈ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ വിരിച്ച് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റാണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് എൻ്റെ ടെൻറ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ മിക്സർ തിന്നാൻ പോവാണ്. ഓളെ റൂം ടൂർ കാണിച്ചു തരും. അപ്പോൾ ഗൈസ് ഇതാണ് ഫുൾ ടെൻറ്റ്. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ടെൻറ്റ് ഫുള്ളായിട്ട് വരുന്നത്. ഇവിടെ ഞാൻ 3 പില്ലോസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബ്ലാങ്കറ്റ് ഞാൻ അങ്ങനെ വച്ചു. ഈ സൈഡ് ബ്ലാങ്കായിട്ട് കിടക്കാൻ പറ്റില്ല പ്രത്യേകിച്ച്. പിന്നെ ഈ സൈഡിൽ ഒരു ഡയറി വെച്ചു. പിന്നെ കുഞ്ഞി പൗച്ചാണ്. അപ്പോൾ ഈ പൗച്ചിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനമാണ്. ഇപ്പം ഞാൻ കഴിച്ചു തരാം. ഇതെന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു കുഞ്ഞു ബണ്ണും കപ്പ് ക്രാബ്സും ആണുള്ളത്. പിന്നെ ഒരു ക്രഞ്ച്, പിന്നെ ഒരു കോമ്പുണ്ട്, ഒരു പെൻസിൽ, റേസർ, പിന്നെ ഒരു മിറർ, എൻ്റെ ബ്രഷ് ഉണ്ട്. ഈ സൈഡ് കഴിഞ്ഞാൽ നേരെ ഈ സൈഡിൽ നോക്കുമ്പോൾ നബാട്ടി ആയിട്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഓക്കലൈസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ക്യാൻഡീസാണ്. അക്ലൈൻ്റെ
മിഠായിൻ്റെ അത് 2 ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ചോക്ലേറ്റ് ബോൾസ് കാര്യമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് 2 ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് 2 ഉണ്ട്. പിന്നെ കോപ്പിക്കോയും ഇത്ര ഇതിലുള്ള പിന്നെ ഇവിടെ ആയിട്ട് ഒരു വാട്ടർ ബോട്ടിലുണ്ട്. വീടിൻ്റെ പുറകുവശം ഇങ്ങനെയാട്ടോ വരുന്നത്. അപ്പോൾ ഉള്ളിലോട്ട് വരുമ്പോൾ ഒരു ഡ്രീം കേച്ചർ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ് പോലെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇവിടെ ഒരു പില്ലോയാണുള്ളത്. പിന്നെ നമ്മൾ പുതപ്പ് വെച്ചിട്ട് ഒരു പില്ലോ പോലെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഈ സൈഡിലായിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല. ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് പുസ്തകങ്ങൾ പൊതുവിജ്ഞാനും അതുപോലെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകവും അതുപോലെ ഡയറിയും വെച്ചു. പിന്നെ ഇവിടെ സ്നാക്സ് ലൈക്ക് നമ്മുടെ ഓക്കെ ബിരിയാണി, വെജ് ബിരിയാണി, പിന്നെ ടേസ്റ്റി നട്ട്സ് എന്നൊക്കെ പറയുന്നത് അതും, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് കടിച്ചാൽ പിടിച്ച് ജെല്ലി, ജ്യൂസി ജെല്ലി, അതുപോലെ അങ്ങനത്തെ ഓരോ ബൂംസ്, മാംഗോ ഡബിളിൻ്റെത്, പിന്നെ എമിൾസ് റോൾസ് പറയുന്നൊക്കെ ഉണ്ട്. ഒക്കെ വെറൈറ്റീസ് ആട്ടോ. ഞാൻ അതിൽ ജെല്ലി മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം എന്നൊരു ആകാംക്ഷയോടെ ട്രൈ ചെയ്യാമല്ലോ വെച്ചിട്ടാണ്. ഓക്കെ ബിരിയാണിയും കഴിച്ചാണ്. ബാക്കിയെല്ലാം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്താണ്. പിന്നെ ഇവിടെ നമുക്ക് തലവേദനയിട്ട് വന്നാലോ നമ്മൾ ഇവിടെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഞാനൊരു വാപ്രപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ സീൻ്റെ ബോട്ടിൽ വീണാട്ടോ. പിന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് നല്ലോണം ഞാൻ വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത്. 2 ലിറ്റർ ധാരാളമാണെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്കിത് വെച്ചിട്ടാണെന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എനിക്ക് ക്രാബ് എടുത്തു, പിന്നെ ഐലൈനർ എടുത്തു, പിന്നെ നമ്മൾ ബ്രഷ്, നാളെ രാവിലെ പല്ലേക്ക് ഉണ്ട് അപ്പോൾ ബ്രഷ് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ വീട്. ഇത് വെള്ളം, ഇത് 2 മീറ്ററായിട്ട്, പിന്നെ കുറച്ച് മുട്ടായി 6 മുട്ടായി വെച്ചിട്ടുണ്ട്. അടുത്തത് മിസ്റ്റർ ആട്ടോ. ഓക്കെ ആ ട്രൈ അതിപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത് എത്രയാണ് എന്നാൽ ശരി. ഞാനൊരു മാംഗോ ഡബിളൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും അന്താക്ഷരിയൊക്കെ കളിച്ചിട്ട് അതിൻ്റെ അതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അന്താക്ഷരി കളിച്ചു, അതുപോലെ ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ക്യാനോയിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഗായ്സ്, ഞാനിപ്പോൾ ദാ എൻ്റെ റൂമിലിരുന്ന് എൻ്റെ ടെൻറ്റിലിരുന്ന് ഞാനിത് ബുക്ക് വായിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഓക്കെ ബിരിയാണി ഇട്ടെടുത്ത് ഓരോരുത്തരും ഓക്കെ ബിരിയാണി വാങ്ങിയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ശ്രീകുട്ടീൻ്റെയും ഫ്ലേവർ ഒരുപോലത്തെ ഫ്ലേവറാണ്. കിച്ചുവിൻ്റെ സിയാൻ്റെ ഫ്ലേവർ വേറെ കേട്ടോ. അപ്പോൾ ഓരോ ഡ്രിങ്ക്സാണ് ഞങ്ങളുടെ വെജ് ബിരിയാണി ഹൈദരാബാദി കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ എല്ലാവരും ചോറ് വന്നിട്ടുണ്ട്. സിയാൻ്റെ ചോറ് ഇപ്പം വരും. അങ്ങനെ ഞങ്ങളെല്ലാവരും ചോറ് കഴിക്കാൻ റെഡ് മീൻകറി കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും നല്ല റീഡിങ്ങിലായിരുന്നു. എല്ലാവരും നല്ല പുസ്തകമൊക്കെ വായിച്ചിട്ടോ. പിന്നെ കിച്ചൂട്ട എഴുതി പഠിച്ചു, പുസ്തകം വായിച്ചു. അങ്ങനെ നമ്മൾ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ സിയൊക്കെ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ, കിടക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോന്നും കളിച്ചിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും വർത്താനമൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മളെ ടൈം ഇങ്ങനെ പോയി. അത് കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി കേട്ടോ. ഞങ്ങളെല്ലാവരും എണീറ്റു, ജനലൊക്കെ ഒന്ന് തുറന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. ഞങ്ങൾ നേരത്തെ എണീറ്റു. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഗൈസ് നേരം വെളുത്തു. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു, 6:10 കഴിഞ്ഞു തോന്നുന്നത്. അപ്പം ഞങ്ങൾക്ക് നല്ല വിശക്ക്. നമ്മൾ പല്ലേക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പല്ലേച്ചിട്ട് വരാം, കാണാം ഗൈസ്. അപ്പോൾ നമ്മളിതാ ബ്രഷിങ് ചെയ്യാൻ പോവാണ്. ഇപ്പം
നമ്മൾ ബ്രഷ് ചെയ്യാൻ പോവാണ്. ബൂൺസ് കഴിക്കാൻ പോവാണ്. കുട്ടി കച്ചാ മാംഗോ ആട്ടോ കഴിച്ചത്. അപ്പോൾ ഇത് 2 ബോൾസ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ നല്ല ബോറടിച്ചിട്ടോ. ഞങ്ങളങ്ങനെ കുറച്ച് വർത്തമാനം പറഞ്ഞ് വീണ്ടും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു നട്ട്സ് കഴിച്ചു. നട്ട്സ് കുറച്ച് എരിവൊക്കെ ഉണ്ട് നട്ട്സിന്, പിന്നെ ടേസ്റ്റും ഉണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കടലയും പുട്ടുമായിരുന്നു നമ്മുടെ, പിന്നെ കട്ടച്ചായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ നമുക്ക് കുറച്ച് നേരം ഉള്ളായിരുന്നു. കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരമുള്ളൂ, ഒരു 3-4 മിനിറ്റേ ഉള്ളൂ ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. പിന്നെ വീണ്ടും ഞങ്ങൾ ചോക്ലേറ്റ്സ് ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ കഴിച്ചു. ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് കഴിച്ച് പുറത്ത് ഇങ്ങനെയാട്ടോ. അങ്ങനെ ഗൈസ് നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് ഈ ഇതുപോലത്തെ ഗെയിംസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല ചലഞ്ചായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.